സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൈഫ, എന്താണ് ആ സ്പോട്ടിലേക്ക് സൈഫത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചെന്ന കാര്യത്തിൽ വിവരങ്ങളുണ്ടോ? മരിച്ചവരുടെ കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? സൈഫ്, രാവിലെ 7:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ സൈഫ് സൂചിപ്പിച്ച പോലെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കാരണം എല്ലാവരും രക്ഷാപ്രവർത്തനത്തിനാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ മണ്ണ് ആദ്യം വാഹനം വരുന്നു, ബൈക്കിനെ വെട്ടിക്കുന്ന സമയത്ത് അതിന്റെ നിയന്ത്രണം വിട്ടിട്ട് ഒരു മതിലിൽ, ഒരു കെട്ടിടത്തിൽ പോയി ഇടിക്കുന്നു. ആ കെട്ടിടം തകരുന്നു. അതിന് പിന്നാലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു മതിൽ ഉണ്ടായിരുന്നു. അതിൽ തട്ടി വണ്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതിനകത്ത് മണ്ണാണ് ഉണ്ടായിരുന്നത്. ഈ മണ്ണാണ് ബസ് കാത്തു നിന്ന ആൾക്കാരുടെ മുകളിലേക്ക് വീഴുന്നത്. അപ്പോ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, എത്ര പേർ ആ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എവിടെയുള്ള ആൾക്കാരാണ്, എത്ര കുട്ടികളുണ്ട്, ഏത് പ്രായമായ ആൾക്കാരാണ് അവിടെ നിന്നത് എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഒന്നാമത് ഈ സ്കൂളും കോളേജുകളും രാവിലെ പ്രവർത്തിക്കുന്ന സമയമാണ്. ഇവരെല്ലാവരും ദൂരെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്ന സമയമാണ്. ജോലിക്ക് പോകുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം. അത് എത്ര പേരുണ്ട് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ഇപ്പോ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, ഈ മണ്ണ് JCB കൊണ്ടിപ്പോൾ നീക്കം ചെയ്യുകയാണ്. ഈ നീക്കം ചെയ്യുമ്പോൾ ഈ മണ്ണ് വീണിട്ട് ആൾക്കാർ അതിനിടയിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് കോരിയെടുക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് ജീവനുണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ മണ്ണെടുത്ത് മാറ്റാൻ പോലും. അതാണ് ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ജാഗ്രതയോടുകൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞാൽ മാത്രമേ, ഇത് കഴിഞ്ഞാൽ മാത്രമേ, ആ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമേ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത പൂർണ്ണതോതിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം ഒരു ബസ് സ്റ്റാൻഡിൽ രാവിലെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു അപകടം, എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഇവർ പൂർണ്ണമായും ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ അത് അവർക്ക് എത്ര പേരുണ്ടായിരുന്നു, അതിനകത്ത് എത്ര പേര് രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഈ മണ്ണ് മറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്കറിയാം. സാധാരണഗതിയിൽ അത് മണ്ണ് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രോസസ്സാണ്. അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യവുമല്ല. അതിനിടയിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ജീവന് തന്നെ അപകടമുണ്ടാവുന്ന അവസ്ഥയിലായിരിക്കും അത് ആ സംഭവം ഉണ്ടാവുന്നത് പോലും. അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. അത് പരമാവധി വേഗത്തിലാക്കാൻ വേണ്ടി, ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന മണ്ണായിരുന്നു, ഇതിനകത്ത് വേറെന്തെങ്കിലും ഈ ഡ്രൈവർക്ക് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പിന്നീട് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ വളരെ ദാരുണമായ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഒന്ന്, അവിടെയുള്ള ജനപ്രതിനിധികളും മറ്റും ഒന്ന് ഫ്രീ ആയി വരണം. അവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒന്ന് ഫ്രീ ആയിട്ട് വരണം. അവരെല്ലാവരും ഇപ്പോ രക്ഷാപ്രവർത്തനത്തിനാണല്ലോ. നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് പരമാവധി അവിടെ മണ്ണ് മാറ്റുകയോ ആൾക്കാരുണ്ടോ എന്ന് ഓരോന്ന് നോക്കുകയും ചെയ്യുന്നത്. ഇതിനകത്ത് ഏതൊക്കെ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത നമുക്ക് വരും സമയങ്ങളിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. മരണത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം നമുക്ക് പൂർണ്ണതോതിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. എത്ര പേരുണ്ടായിരുന്നു, എത്ര പേർ മരിച്ചു, എത്ര പേര് ആരോഗ്യനില ബുദ്ധിമുട്ടായി തുടരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും സമയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം എന്തായാലും രക്ഷാപ്രവർത്തനത്തിനാണ് എല്ലാവരും ഊന്നൽ നൽകുന്നത് സൈഫു. അത് വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവർ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് ഇച്ചിരി കഠിനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൈഫിന് അറിയാം, ഒരു ലോറിയിൽ നിന്നൊരു മണ്ണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു കൂട്ടം ആൾക്കാരുടെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അത് മണ്ണ് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ JCB കൊണ്ട് മാറ്റുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നമായി മാറും. അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ മണ്ണ് മാറ്റുന്ന പ്രോസസ്സ് പോലും ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ആ മണ്ണ് പൂർണ്ണതോതിൽ മാറ്റി അതിനകത്ത് എന്താണ്, എത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് രക്ഷിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്തായാലും 7:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നേരത്തെ വാർഡ് മെമ്പർ പറയുന്നുണ്ടായിരുന്നു അവിടെ ബസ്സിന് കാത്തു നിന്ന വിദ്യാർത്ഥികളും മുതിർന്ന ആളുകൾക്കും അപ്പുറത്തേക്ക് അതുവഴി കടന്നുപോയൊരു ബൈക്കിലൂടെ കടന്നുപോയൊരു അച്ഛനും മകളും ഈ അപകടത്തിൽ പെട്ടു എന്നൊരു സൂചന കൂടി ആ വാർഡ് മെമ്പർ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബസ് സ്റ്റോപ്പ് അല്ല, എന്ന് വെച്ചാൽ ഒരു ഷെൽട്ടർ ഒക്കെ ഉള്ള ഒരു ബസ് സ്റ്റോപ്പ് ആയിരുന്നില്ല, ഒരു കടത്തിണ്ണയുടെ സൈഡിലായിട്ട് ബസ്സിന് കാത്തു നിൽക്കുന്ന ഒരിടമാണ് അല്ലേ? അതെ, അങ്ങനെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു.
ആ ഒരു കൂട്ടം ആൾക്കാരുടെ മേളിലേക്കാണ് ഈ ലോറി മറിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ ഈ മണ്ണ് അതിന്റെ മുകളിലേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സൈഫ് സൂചിപ്പിച്ച പോലെ വാർഡ് മെമ്പർ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ട്. ഒരു ബൈക്ക് അവിടെ മറിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ബൈക്ക് മറിഞ്ഞു കിടക്കുകയും അവിടെ ആ ബൈക്കിനകത്ത് വന്ന ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിയുകയും ചെയ്യുന്നില്ല. അപ്പോൾ അവരും ഒരുപക്ഷെ അതിനടിയിൽ പെട്ടിരിക്കാം. അവരെ കൂടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അത് കൂടുതൽ സേന വരുത്തിക്കൊണ്ട് അത് വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവർ മുന്നിൽ കാണുന്ന കാര്യം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പരിചയമുള്ള റൂട്ടും സ്പോട്ടും ആണോ ഇത്? അങ്ങനെ ഒരു അപകടമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇടമാണോ? അത് MC റോഡാണ് സൈഫ്. നമുക്ക് പരിചയമുള്ള സ്ഥലം തന്നെയാണ്. MC റോഡാണ്. അത് വാഹനങ്ങൾ വേഗത്തിൽ രാവിലെയൊക്കെ ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴേക്ക് തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ കോളേജുകൾ 2 കോളേജുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം ഉള്ള മേഖലയാണ് ഇത്. അപ്പോ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാർ, അവിടെ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ ജോലിക്ക് പോയി വരുന്ന ആൾക്കാർ ഉണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെയുള്ള കോളേജിലും സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ സർക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒക്കെ പോകുന്ന ഒരു മേഖലയാണ് അത്. അതുകൊണ്ടാണ് ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അളക്കാൻ ഈ ഘട്ടത്തിൽ കഴിയാത്തത്. എത്ര പേര് ആ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എത്ര പേരുണ്ടായിരുന്നു, എന്താണ് പറ്റിയിട്ടുള്ളത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഈ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെ ചില ഉദ്യോഗസ്ഥർ അത് പോലും തിരക്കുന്നുണ്ട്. കാരണം എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി. കാരണം CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും. അവിടെ നിന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്, എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ, ആരൊക്കെയാണ് എന്ന കാര്യം തിരിച്ചറിയാനും വേഗത്തിൽ കഴിയുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതും വേഗത്തിൽ കിട്ടുക എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. യെസ്, എന്തായാലും ഇപ്പോൾ 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 പേർ മുതിർന്ന ആളുകളാണ്. ഒരാളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത കുറവുള്ളത്. വിദ്യാർത്ഥിയാണോ മരിച്ചത് എന്ന് നമുക്കറിയില്ല. എന്തായാലും മരിച്ച 2 പേര് മുതിർന്ന ആളുകളാണെന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി ഈ സമയം നമുക്ക് ലഭിക്കുന്നത്. ഒരാൾ നീലേശ്വരം സ്വദേശി അരിലാലാണ്. അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇനി മറ്റു 2 പേരെയാണ് അറിയേണ്ടത്. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 4 കുട്ടികൾക്ക് നിസ്സാര പരിക്കുകളാണ് എന്നുള്ള വിവരങ്ങളുമുണ്ട്. എന്തായാലും 3 മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. രാവിലെ 7:15 അതിദാരുണമായ വലിയ നടുക്കമുളവാക്കുന്ന അപകടം കൊല്ലം നീലേശ്വരത്ത്, കൊട്ടാരക്കര നീലേശ്വരത്ത് ഉണ്ടായത്. രാവിലെ സ്കൂളിൽ പോകാനും മറ്റു ഇടങ്ങളിൽ ജോലിക്ക് പോകാനുമൊക്കെയായി ബസ് കാത്തിരുന്ന ആളുകൾക്ക് മുകളിലേക്കാണ് ടിപ്പർ ലോറി, മണ്ണും കയറ്റി വന്ന ടിപ്പർ ലോറി പാഞ്ഞു കയറിയത്. എങ്ങനെയാണ് അപകടം സംഭവിച്ചെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരണം. പക്ഷേ ഈ ആളുകൾക്ക് മുകളിലേക്ക് മണ്ണുമൊപ്പം ഈ വാഹനവും മറിയുകയായിരുന്നു. അതിനകത്ത് കുടുങ്ങിപ്പോയവരാണിവർ. വേഗത്തിൽ ഇവരെ പുറത്തെടുക്കാൻ, എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്ന് വെച്ചാൽ അത്രയും വലിയൊരു അപകടം കൂടിയാണ്. ഓടിക്കൂടിയ നാട്ടുകാർക്ക് പെട്ടെന്ന് വാഹനം പൊക്കാൻ കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമായൊരു ചിന്തയാണ്. പെട്ടെന്ന് JCB എത്തിച്ചു. JCB എത്തിച്ച മണ്ണ് മാറ്റിയതിന് ശേഷമാണ് ഈ വാഹനം ഉയർത്തി അതിനകത്ത് നിന്ന് അതിനടിയിൽ കിടന്നിരുന്ന ആളുകളെ പുറത്തെടുത്തത്. ഒപ്പം ഈ വാഹനത്തിനുള്ളിൽ 2 ജീവനക്കാരുണ്ടായിരുന്നു പറയപ്പെടുന്നു. ഡ്രൈവറും ഒരു ക്ലീനറും. അവരെയും വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്കെടുത്തത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും മരിച്ചവരിൽ 2 പേർ മുതിർന്ന ആളുകളാണ്. ഒരാളെയാണ് ഇനി തിരിച്ചറിയേണ്ടത്. ബാക്കി പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യ വിവരമൊക്കെയാണ് ഇനി നമുക്കറിയേണ്ടത്.